അത്ഭുതം തീർത്ത് പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും. സൂപ്പർ ലീഗ് ഫുട്ബോൾ കണ്ണൂർ വാരിയേഴ്സ് സെമിയിൽ. രാഹുൽ മാങ്കോട്ടത്തിനെതിരെ വീണ്ടും കേസ്. ബലാത്സംഗ കുറ്റം. നടപടി KPCC കൈമാറിയ പരാതിയിൽ. ക്രിസ്മസ് പുതുവത്സര സമ്മാനം ക്ഷേമ പെൻഷൻ 15 മുതൽ. കൽപ്പറ്റയിൽ UDF സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ നിന്നും ഭക്ഷ്യക്കിറ്റുകൾ പിടികൂടി. നാവികസേനയുടെ കരുത്തറിയിച്ച് ദിനാഘോഷത്തിന്റെ ഭാഗമായി അഭ്യാസ പ്രകടനങ്ങൾ. തിരുവനന്തപുരം ശംഖുമുഖത്ത് അരങ്ങേറി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ചടങ്ങിൽ മുഖ്യാതിഥിയായി. പരേഡിനും ബാൻഡ് ഷോയ്ക്കും ശേഷമായിരുന്നു അഭ്യാസ പ്രകടനങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ രാജേന്ദ്ര ആർലേക്കർ എന്നിവരും ചടങ്ങിൽ മുഖ്യാതിഥികളായി. 19 പ്രധാന യുദ്ധക്കപ്പലുകളടക്കം 40-ലേറെ പടക്കപ്പലുകളും അന്തർവാഹിയും 32 പോർവിമാനങ്ങളുമാണ് സേനയുടെ കരുത്തറിയിച്ച് അണിനിരന്നത്. ലൈംഗിക പീഡന കേസിൽ ആരോപണ വിധേയനായ പാലക്കാട് MLA രാഹുൽ മാങ്കോട്ടത്തിനെതിരെ മറ്റൊരു കേസ് കൂടി. ബംഗളൂരു സ്വദേശിനിയായ യുവതി കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതൃത്വത്തിന് കൈമാറിയ പരാതിയിലാണ് കേസ്. പരാതി കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന പോലീസ് മേധാവി കൈമാറിയിരുന്നു. ബലാത്സംഗ കുറ്റം ചുമത്തി ക്രൈംബ്രാഞ്ചാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് DYSP സജീവ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെയും കേസിന്റെ അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. യുവതിയിൽ നിന്നും മൊഴിയെടുക്കും അന്വേഷണത്തിന്റെ ആദ്യ നടപടി. ബംഗളൂരു സ്വദേശിനിയായ യുവതി ഇമെയിലൂടെയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും പരാതി അയച്ചിരുന്നത്. താൻ നേരിട്ടത് ക്രൂര ലൈംഗിക പീഡനമാണെന്ന് പരാതിയിൽ പറയുന്നു. പരാതി ചൊവ്വാഴ്ച പകൽ 12:47-നാണ് KPCC നേതൃത്വം ലഭിച്ചത്. പരാതി സംസ്ഥാന പോലീസ് മേധാവി കൈമാറിയതായും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. SIR ഡിജിറ്റലൈസേഷന് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ പൂർത്തിയാക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഡിസംബർ 11 വരെ കാലാവധി നീട്ടി നൽകിയ സാഹചര്യത്തിൽ SIR ഡിജിറ്റലൈസേഷൻ സുഗമമാക്കുന്നതിന് ജില്ലയിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. ഡിസംബർ 3 മുതൽ 7 വരെ നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ ക്യാമ്പുകൾ പ്രവർത്തിച്ചു തുടങ്ങും. ഫോമുകൾ ശേഖരിക്കുന്നത് പൂർത്തീകരിച്ച് ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് ക്യാമ്പുകളിലെത്തി ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. ഡിസംബർ 11 വരെയും ക്യാമ്പുകൾ പ്രവർത്തിക്കും. BLOമാരെ സഹായിക്കുന്നതിനാൽ ബൂത്ത് അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. BLOമാർക്ക് എന്യൂമറേഷൻ ഫോം ശേഖരിക്കാൻ പൂർത്തീകരിക്കുന്നതിന് ആവശ്യമാണെങ്കിൽ വാഹന സൗകര്യം ക്യാമ്പിൽ ലഭ്യമാകും. എന്യൂമറേഷൻ ഫലം ശേഖരിക്കാൻ പൂർത്തീകരിക്കുന്നതിന് ആവശ്യമെങ്കിൽ വാഹന സൗകര്യം. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ പ്രമാണിച്ച് ഡിസംബറിലെ ക്ഷേമ പെൻഷൻ ഇമ്മാസം 15 മുതൽ വിതരണം ആരംഭിക്കും. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വർദ്ധിച്ച തുകയായ 2000 രൂപ വീതമാണ് ലഭിക്കുക. ഇതിനായി 1045 കോടി രൂപ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അനുവദിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത്. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. 8.46 ലക്ഷം പേർക്കുള്ള കേന്ദ്ര വീതവും സംസ്ഥാന സർക്കാർ മുൻകൂടി അനുവദിച്ചിട്ടുണ്ട്. നവംബറിൽ വർദ്ധിച്ച പെൻഷനടക്കം 3600 രൂപ ഒരാളുടെ കൈകളിലെത്തിയിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന കുടിശ്ശികയുടെ അവസാന ഗഡുവായ 1600 രൂപയും നവംബറിലെ 2000 രൂപയാണ് വിതരണം ചെയ്തത്. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് മുകളിൽ ചുമത്തുന്ന കാർഷിക ഉപരോധങ്ങളെ നേരിട്ടും അർഹരായവർക്കെല്ലാം സർക്കാർ ക്ഷേമ പെൻഷൻ അനുവദിച്ചും ചെയ്യുകയായിരുന്നു. ക്ഷേമ പെൻഷൻ 600 രൂപയിൽ നിന്ന് 2000 രൂപയെ വർദ്ധിപ്പിച്ചത് പിണറായി സർക്കാരുകളാണ്. 2011 ഉമ്മൻചാണ്ടി സർക്കാർ 100 രൂപ വർദ്ധിപ്പിച്ച് 600 രൂപയാക്കിയ ക്ഷേമ പെൻഷൻ ഒന്നാം പിണറായി സർക്കാർ 1606 രൂപയിലേക്ക് ഉയർത്തി. അത് ഈ സർക്കാർ 2000 രൂപയായി വർദ്ധിച്ചു. കൽപ്പറ്റയിൽ ഭക്ഷ്യക്കിറ്റ് നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ UDF ശ്രമം. UDF സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ നിന്നും 30 ഭക്ഷ്യക്കിറ്റുകൾ പോലീസ് പിടികൂടി. 5-ാം വാർഡ് MLAയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ചിത്രയുടെ വീട്ടിൽ നിന്നുമാണ് കിറ്റുകൾ പിടിച്ചെടുത്ത്. സംഭവത്തിൽ കേസെടുത്തു. 1000 രൂപ വരുന്ന കിറ്റുകൾ ചുങ്കത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഓട്ടോയിൽ സ്ഥാനാർത്ഥിയുടെ വീട്ടിലെത്തിക്കുന്ന വിവരം നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ആന്റണി തണ്ണിക്കോടിന്റെ വാഹനത്തിലായിരുന്നു കിറ്റ് കൊണ്ടുപോയത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഇതേ വാർഡിൽ UDFകാർ കിറ്റ് കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു. KSRTC ബജറ്റ് ടൂറിസത്തിന്റെ 1000 യാത്ര സ്ഥിരം യാത്രികർക്ക് അനുമോദനം. KSRTC ബജറ്റ് ടൂറിസത്തിന്റെ 1000ാമത്തെ യാത്ര സ്ഥിരം യാത്രക്കാർക്ക് അനുമോദനവുമായി KSRTC ജില്ലാ കോർഡിനേറ്റർ തൻസീർ, യൂണിറ്റ് കോർഡിനേറ്റർ രജീഷ് എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. പരിപാടിയുടെ ഭാഗമായി പ്രഭാകരൻ കൂടാളുടെ നേതൃത്വത്തിൽ സ്ഥിരം യാത്രികരെ KSRTC ഉദ്യോഗസ്ഥരും സംഘാടകരും ചേർന്ന് അനുമോദിച്ചു. ബജറ്റ് ടൂറിസത്തിന്റെ വിവിധ യാത്രകളിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തതിന് അംഗീകാരമായി ഡോക്ടർ മിനിയെ പ്രത്യേകം ആദരിച്ചു. ബജറ്റ് ടൂറിസം നെറ്റ്വർക്കിന്റെ വളർച്ചയ്ക്കും പ്രചരണത്തിനുമായി ഇത്തരത്തിലുള്ള സ്ഥിരം യാത്രികർ നൽകുന്ന സഹകരണം വലിയ കരുത്താണെന്ന് സംഘാടകർ അഭിപ്രായപ്പെട്ടു.